യുഎസിനോട് ഏറ്റുമുട്ടാൻ ഉറച്ച് ഒപെക് പ്ലസ്. ആ സാഹചര്യത്തിൽ നിലനിൽക്കെ സൗദിയുടെ ആവശ്യം തള്ളിയിരിക്കുകയാണ് റഷ്യയും. ക്രൂഡ് ഓയിൽ ഉത്പാദനം കൂട്ടുന്നത് സംബന്ധിച്ച് സൗദി അറേബ്യയും റഷ്യയും തമ്മിൽ കടുത്ത അഭിപ്രായ ഭിന്നത നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. യുഎസിന്റെ ഷേൽ ഗ്യാസ് ഉത്പാദകരിൽ നിന്നുള്ള വെല്ലുവിളി നേരിടാൻ ഒരുമിച്ച് നിൽക്കാമെന്ന് സൗദിയും റഷ്യയും നയിക്കുന്ന ഒപെക് പ്ലസ് കൂട്ടായ്മ തീരുമാനിച്ചിട്ടുമുണ്ട്. നവംബർ മുതൽ പ്രതിദിനം 1.37 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ അധികമായി ഉത്പാദിപ്പിക്കാനും ധാരണയായി. ഉത്പാദനം ഇതിലുമേറെ കൂട്ടണമെന്നായിരുന്നു സൗദിയുടെ ആവശ്യം. എന്നാൽ യുക്രൈന്റെ കനത്ത ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ തുടർന്ന് റിഫൈനറികളുടെ പ്രവർത്തനം താളം തെറ്റിയ റഷ്യ ഇതിനെ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. റഷ്യയുടെ നിരവധി റിഫൈനറികളും എണ്ണ വിതരണ പൈപ്പ് ലൈനുകളും പെട്രോ കെമിക്കൽ പദ്ധതികളും യുക്രൈന്റെ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടം നേരിട്ടിട്ടുണ്ട്. ഇതോടെ ഉത്പാദനം വൻതോതിൽ ഇടിയുകയാണ് ചെയ്തത്. റഷ്യയിൽ പലയിടത്തും പെട്രോൾ ഡീസൽ ക്ഷാമവും രൂക്ഷമായിട്ടുണ്ട്. അതേസമയം രാജ്യാന്തര തലത്തിലെ വിപണി വിഹിതം നിലനിർത്താനായി ഉത്പാദനം കുത്തനെ കൂട്ടണമെന്നായിരുന്നു സൗദി വാദിച്ചത്. 2.74 ലക്ഷം മുതൽ 5.48 ലക്ഷം ബാരൽ വരെ ഉത്പാദന വർധനവായിരുന്നു സൗദിയുടെ ആവശ്യം. സൗദിയുടെ മിക്ക റിഫൈനറികൾക്കും ഇതിനുള്ള ശേഷിയുമുണ്ട്. പക്ഷേ റഷ്യ നിലപാടിൽ ഉറച്ചു നിന്നതോടെ ഒക്ടോബറിലേതിന് സമാനമായി 1.37 ലക്ഷം ബാരൽ വീതം മതിയെന്ന് ഒപെക് പ്ലസ് ധാരണയിലെത്തി. ഉത്പാദനത്തിന് പ്രതീക്ഷിച്ചത്ര വർധനയില്ലാത്തത് ക്രൂഡ് ഓയിൽ വില കുതിച്ചുകയറാൻ വഴിവെക്കുമെന്നാണ് വിലയിരുത്തലുകൾ. WDK ക്രൂഡ് വില ബാരലിന് വില ഇപ്പോൾ തന്നെ 1.38% ഉയർന്ന് $61.72 ആയിട്ടുണ്ട്. ബ്രെന്റ് വില 1.35% വർദ്ധിച്ച് $65.40 ഉപഭോഗത്തിന്റെ 85 മുതൽ 90% ക്രൂഡ് ഓയിലും ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യക്ക് ഈ വിലക്കയറ്റം വൻ പ്രതിസന്ധിയാകും. ലോകത്തെ പ്രധാന എണ്ണ ഉൽപാദകരും കയറ്റുമതിക്കാരും ഉൾപ്പെടുന്ന ഒപെക് പ്ലസ് കൂട്ടായ്മയുടെ അടുത്ത യോഗം നവംബർ 2-നാണ്. ഉത്പാദനം വൻതോതിൽ വർദ്ധിപ്പിക്കണമെന്നാണ് ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങളിലൊന്നായ ഇന്ത്യയുടെ ആവശ്യം. ഗവൺമെന്റിന്റെ പ്രവർത്തന ചെലവിനുള്ള ഫണ്ട് ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് ബിൽ പാസാക്കാനും ഷട്ട് ഡൌൺ ഒഴിവാക്കാനും ഭരണകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും എതിർപക്ഷമായ ഡെമോക്രാറ്റുകൾക്കും ഇനിയും സമവായത്തിനെത്താനായില്ല. പ്രസിഡന്റ് ട്രംപ് നയിക്കുന്ന ഗവൺമെന്റിന്റെ പ്രവർത്തനം തുടർച്ചയായ 6ാം ദിവസവും സ്തംഭിച്ചിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഷട്ട് ഡൌൺ അടുത്ത ആഴ്ചയിലേക്ക് നീളുമെന്നാണ് ആശങ്ക. ഇന്ന് സെനറ്റിൽ ബിൽ സംബന്ധിച്ച് വീണ്ടും വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ബിൽ പാസ്സായില്ലെങ്കിൽ ഫെഡറൽ ഗവൺമെന്റ് ജീവനക്കാരെ വലിയ തോതിൽ പിരിച്ചുവിടുമെന്ന് ട്രംപ് വീണ്ടും മുന്നറിയിപ്പ് നൽകി. അതേസമയം ട്രംപും റിപ്പബ്ലിക്കൻ നേതാക്കളും ചർച്ചയ്ക്ക് വരുന്നില്ലെന്നാണ് ഡെമോക്രാറ്റുകൾ ഉയർത്തുന്ന വിമർശനം. ആരോഗ്യ മേഖലയ്ക്കുൾപ്പെടെയുള്ള സബ്സിഡികൾ പുനഃസ്ഥാപിക്കണമെന്നാണ് ഡെമോക്രാറ്റുകളുടെ ആവശ്യം. ഇത് ട്രംപ് അനുകൂലിക്കാത്തതിനെ തുടർന്നാണ് ബിൽ തുലാസിലായതും ട്രംപിന്റെ സർക്കാരിന് ഷട്ടർ വീണത്. വിദേശത്തു നിന്നും പോസിറ്റീവ് കാറ്റ് വീശുന്നുണ്ടെങ്കിലും ഇന്ത്യൻ ഓഹരി വിപണിയിൽ ആശങ്ക പ്രകടനമാണ്. ഇന്ന് രാവിലെ ഗിഫ്റ്റ് നിഫ്റ്റി 40-ലേറെ പോയിന്റ് താഴ്ന്ന് 25,000 ലെവലിന് താഴെ എത്തി. സെൻസെക്സും നിഫ്റ്റിയും ഇന്ന് നഷ്ടത്തിൽ തുടങ്ങിയേക്കാമെന്നും ഇത് സൂചിപ്പിക്കുന്നു. കോർപ്പറേറ്റ് കമ്പനികളുടെ സെപ്റ്റംബർ പാദ പ്രവർത്തന ഫലം ഈ ആഴ്ച മുതൽ വന്നു തുടങ്ങുമെന്നതാണ് പ്രധാന ആശങ്ക. ഒക്ടോബർ 9-ന് TCS പ്രവർത്തന ഫലം പുറത്തുവിടും. യുഎസിൽ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ കഴിഞ്ഞ യോഗത്തിന്റെ മിനിറ്റ്സ് ഈ ആഴ്ച പുറത്തുവരും. പലിശ നിരക്ക് സംബന്ധിച്ച് ഫെഡറലിന്റെ വിലയിരുത്തലുകൾ അതിലറിയാം. മാത്രമല്ല ഫെഡ് ചെയർമാൻ ജെറോം പവൽ, ഫെഡിലെ ട്രംപ് അനുകൂലി സ്റ്റീഫൻ മിറാൻ തുടങ്ങിയവരുടെ ഈ ആഴ്ചത്തെ പ്രഭാഷണവും നിർണായകമാണ്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ നിന്ന് നിക്ഷേപം വൻതോതിൽ പിൻവലിക്കുന്നത് തുടരുകയാണ്. 2025-ൽ ഇതുവരെ അവർ 2 ലക്ഷം കോടി രൂപ തിരിച്ചെടുത്ത് ഓഹരി വിപണികളെ സാരമായി ഉലച്ചിട്ടുണ്ട്. ഒരു വർഷം ഇത്രയും വിദേശ നിക്ഷേപം നഷ്ടമായതും ചരിത്രത്തിൽ ആദ്യമായാണ്. 2022-ൽ 1.46 ലക്ഷം കോടി രൂപ പിൻവലിച്ചിരുന്നു. 2024-ലെ നഷ്ടം 1.21 ലക്ഷം കോടി രൂപയായിരുന്നു. താരിഫ് വിഷയത്തിലടക്കം ഇന്ത്യ നേരിടുന്ന പ്രതിസന്ധി, അമേരിക്കയുമായുള്ള ഭിന്നത, ഓഹരികളുടെ അധികരിച്ച മൂല്യം, കേന്ദ്രത്തിന്റെ സാമ്പത്തിക പരിഷ്കാര നടപടികളിലുണ്ടായ കുറവുകൾ തുടങ്ങിയവയും വിദേശ നിക്ഷേപകരുടെ പിന്മാറ്റത്തിന് വഴിവെച്ചുവെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.